ഹായ്, ഞാൻ എലിസബത്താണ്. ആക്ച്വലി കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ അങ്ങനെ ചെയ്തിട്ടില്ല. കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ 4-5 ദിവസമായിട്ട് വീഡിയോ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ ഒരു കുഴപ്പമൊന്നുമില്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഓരോ റീലുകളായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വിചാരിച്ചാൽ ഒന്ന് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ രാജ്യം തന്നെ ഒരു ഭയങ്കര സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ സമയത്ത് ഓരോ പ്രശ്നത്തിനും ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം നടക്കുമ്പോൾ നമ്മളിത് പറയണത് ഒരു കറക്റ്റായിട്ട് തോന്നിയില്ല. അപ്പോൾ അങ്ങനെ വീഡിയോ ഇടണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്കും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതായത് ഡ്യൂട്ടി പോണ സമയത്ത് കാലൊന്ന് ട്വിസ്റ്റായി, ആങ്കിൾ ലിഗമെന്റ് ടയറായി. എന്താ രസിച്ചാൽ നമ്മൾ റോട്ടിലാണ് വീണത്. ഞാൻ ആക്ച്വലി ഒരു 1.5 കിലോമീറ്റേഴ്സ് നടന്നിട്ടാണ് നമ്മുടെ ഡ്യൂട്ടി നടക്കണ ഹോസ്പിറ്റലിലേക്ക് പോണേ. കാരണം എന്തായാലും ഞങ്ങൾക്ക് 8 to 8:30, 8 to 9 അങ്ങനെ ആണ് ഡ്യൂട്ടിങ് ടൈം. അതുപോലെ തന്നെ പിന്നെ എവരി 5 days കൂടുമ്പോൾ നമുക്ക് 36 hours ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഈ ഇടയിൽ എക്സസൈസും അതുപോലെ തന്നെ ഡയറ്റ് ജേണി, വെയിറ്റ് ലോസ് ജേണി എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഒക്കെ മുമ്പ് ഇട്ടായിരുന്നു. അപ്പോൾ അതുപോലെയൊന്നും നമുക്ക് എക്സസൈസും യോഗ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആകെ ഈ വാക്കിംഗ് മാത്രം നടക്കണേ. അതും വാക്കിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സമയമൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ആകെ ഡ്യൂട്ടിക്ക് പോണ സമയത്താണ് നമ്മൾ അങ്ങോട്ടൊരു 1.5 കിലോമീറ്റർ, ഇങ്ങോട്ടൊരു 1.5 കിലോമീറ്റർ, പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ചൊരു 1-2 കിലോമീറ്റർ ചിലപ്പോൾ നടക്കുന്നുണ്ടാവും. ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ നടക്കുന്നുണ്ടാവും. ആ ഒരു സംഭവം മാത്രമാണ് നടക്കണേ. അതായത് ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ടൈമൊന്നും ഇപ്പോൾ ഇല്ല. വരുമ്പോഴേക്കും നല്ല ടയേർഡായിരിക്കും. പിന്നെ ഇടയിൽ കുറച്ച് ദിവസം ഷട്ടിലൊക്കെ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പിന്നെ ഭയങ്കര ചൂടാണ് ഇവിടെ. അപ്പോൾ ഇനിയിപ്പോൾ സൺലൈറ്റിൻ്റെ ശക്തി കാരണം വീണതാണോ എന്നും അറിയില്ല. വീണു, കാൽ ട്വിസ്റ്റായി. അപ്പോൾ ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ടായി. ഓൾറെഡി 3 തവണ എനിക്ക് ലിഗമെന്റ് ഇഞ്ചുറി, ആങ്കിളിൻ്റെ ലിഗമെന്റ് ടയർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി നമുക്ക് ലിഗമെന്റ് അവിടുത്തെ ഇത്തിരി ലാക്സാണ്. അപ്പോൾ നമുക്ക് ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ അത് പറഞ്ഞപ്പോഴേക്കും ഓർമ്മ വന്ന്, മുമ്പ് ഇന്നെ ചില ആൾക്കാർ എനിക്ക് വട്ടാന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. അവൾ നടത്തം കണ്ടില്ലേ, അവൾ നടക്കണ കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ അവൾക്ക് വട്ടാന്ന്. കാരണം എൻ്റെ 2 കാലിൻ്റെയും ആങ്കിളിൻ്റെ ലിഗമെന്റ് ടയറായിട്ടുണ്ട് 3 തവണ, 2 കാലും 3 തവണ. അതുപോലെ തന്നെ നീൻ്റെ അറിയണ ലിഗമെന്റിനെ പറ്റിയിട്ട് അറിയണ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. ACL, MCL, അതുപോലെ തന്നെ ആ ലിഗമെൻ്റൊക്കെ പാർഷ്യൽ ടയർ വന്നിട്ടുണ്ട്. അന്ന് സർജറി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്തിട്ടില്ല. ഇതൊക്കെ നമ്മൾ ഷട്ടിൽ മെയിനായിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്തിരുന്ന സമയം, മാച്ചിന് പോയിരുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഇഞ്ചുറികളാണ്. പക്ഷെ അതൊന്നും നമ്മൾ കറക്റ്റായിട്ട് സർജറി ഒന്നും ചെയ്ത് സെറ്റാക്കാത്ത കാരണം കുറച്ച് ഇതിൻ്റെ നടത്തത്തിന് കുറച്ചൊരു ഇറഗുലാരിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഒരു മെൻ്റൽ അൺസ്റ്റെബിലിറ്റിയുടെ ഭാഗമാണ് ഈ നടത്തത്തിൻ്റെ ഇറഗുലാരിറ്റി എന്നൊക്കെ പറഞ്ഞു നടന്നതും അത് വിശ്വസിക്കാൻ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളത് ഭയങ്കര അത്ഭുതമാണ്. ഇതൊക്കെ ഞാൻ അറിയണത് കുറേ കാലം കഴിഞ്ഞിട്ടാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. അവളുടെ നടത്തം കണ്ടില്ലേ, അവളുടെ ഭക്ഷണം കഴിപ്പ് കണ്ടില്ലേ, എത്ര ഭക്ഷണമാണ് അവൾ കഴിക്കണേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചതിൻ്റെ ഓരോ വറ്റിൻ്റെ കണക്കടക്കം പറഞ്ഞായിരുന്നു. അത് പറയാൻ കാരണം ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിലോ അതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ എന്തോ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ കല്യാണത്തിന് മുമ്പ് ഇന്നെ കണ്ട എന്താ പട്ടിണി കോലം പോലെ എന്തോ അങ്ങോട്ടായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഒരു മനുഷ്യക്കോലായത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു കമൻ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറയണമെന്ന് തോന്നി. നമ്മൾ കഴിച്ച ഓരോ അരിമണിക്കും കണക്ക് പറഞ്ഞിട്ടാണ് നമ്മൾ കഴിച്ചോണേ. അതെത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ സ്ട്രെസ്സ് കൂടുമ്പോൾ നമ്മുടെ തടി കൂടും. ആക്ച്വലി ഒന്ന് സ്ട്രെസ് ഈറ്റിംഗ് കാരണം കൂടും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ രാത്രി ഒന്നും നമ്മളതിനെ ഉറക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ അങ്ങനെ നമ്മുടെ സ്ട്രെസ് ഹോർമോൺ കൂടും. അതുപോലെ അങ്ങനെ നമ്മുടെ തടി കൂടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ മൊത്തത്തിൽ നമ്മളൊരു സ്ട്രെസ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് തടി കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ പക്ഷെ ഞാൻ ആക്ച്വലി ഒരു 3-4 ഇയേഴ്സിന് മുമ്പ് എൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞ്
71 ആയിരുന്നു. അതിൻ്റെ BMI കറക്റ്റ് BMI ആയിരുന്നു. അപ്പോൾ അന്ന് പട്ടിണിക്കോലെന്ന് പറയണത് ആക്ച്വലി എൻ്റെ കറക്റ്റ് BMI ഉള്ള വെയിറ്റ് ആയിരുന്നു. ഇപ്പോൾ ആൾക്കാർ ഇപ്പോഴാണ് കറക്റ്റ് ഈ ഒരു ഇതിന് ശേഷമാണ് ഞാനൊന്ന് എനിക്ക് ഭക്ഷണം കിട്ടിയിട്ടുള്ളൂ എന്നൊക്കെ പറയണതിനൊക്കെ എന്താ ഒരു ബേസിസ്? എൻ്റെ വീട്ടിലൊരിക്കലും ഭക്ഷണത്തിനൊന്നും ആരും കുറവൊന്നും ഇതുവരെ വെച്ചിട്ടില്ല. അങ്ങനെ ഭക്ഷണത്തിന് കുറവ് വെക്കണ ഫാമിലി ഒരു കാര്യത്തിനും എൻ്റെ വീട്ടിൽ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തി തന്നിട്ടുള്ള ഫാമിലിയാണ്. സോ ഭക്ഷണം ആക്ച്വലി ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഏത് ഹോട്ടലിൽ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു തരത്തിലുള്ള കളിയാക്കലുകളൊക്കെ ഉണ്ട്. അത് ഞാൻ മുമ്പും കേട്ടിട്ടുണ്ട് ഈ സംഭവമൊക്കെ. അത് പലതരത്തിൽ പല ആൾക്കാരോട് എന്നോട് പറയും നീ വാരി തന്നില്ലെങ്കിൽ ഞാൻ കഴിക്കില്ല എന്ന്. പക്ഷേ എൻ്റെ ബാക്കിൽ പറയും ഞാനില്ലെങ്കിൽ ഞാൻ അവിടെ പെട്ടെന്ന് പോയില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം കിട്ടില്ല, ഫുൾ അവൾ കഴിച്ച് തീർക്കും, അത്ര ആർത്തിപ്പണ്ടാറാന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മാത്രമല്ല ഞാൻ തടി വയ്ക്കണമുണ്ടായിരുന്നു. മാത്രമല്ല ഇടയിലൊരു ന്യൂസും ഉണ്ടായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആണ്, ആരാണ് പുറത്തു വിട്ടതെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ കുറേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അബോർഷനായി, അങ്ങനെയായി ഇങ്ങനെയായി, അതാണ് പിന്നെ ഇപ്പോൾ പിന്നെ വേറെ കേൾക്കണം ഞാൻ ഇൻഫെർട്ടൈലാന്ന് ഇപ്പോൾ വേറെ ന്യൂസ് കേൾക്കണം. അങ്ങനത്തെ കുറേ ന്യൂസുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വേറെ കുറേ ക്വസ്റ്റ്യനുകൾ മനസ്സിൽ തോന്നണത്, ചില ആൾക്കാർ ചെറിയൊരു മൈനർ മിസ്റ്റേക്ക് തന്നെയാണ്, അതിനെ ഞാൻ നിസ്സാരവൽക്കരിക്കണമെന്നില്ല, മിസ്റ്റേക്ക് തന്നെയാണ്. പക്ഷെ മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ അതിനൊക്കെ പെട്ടെന്ന് റെസ്പോൺസ് പല സ്ഥലത്തുനിന്നും കിട്ടുന്നുണ്ട്. പെട്ടെന്ന് റെസ്പോൺസ് ഉണ്ട്, അവരെ ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ ആ ഒരു കേസ് പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്, അതിന് ആൻസർ വരുന്നുണ്ട്, റിസൾട്ട് വരുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാർ ഇൻവോൾവ് ചെയ്യണം. ഇപ്പം അടുത്ത് തന്നെ നമ്മൾ കുറേ കേസുകൾ നോക്കുകയാണെങ്കിൽ, ഞാൻ ഒന്നും എടുത്ത് പറയണമെന്നില്ല, പക്ഷെ എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലതിന് റിസൾട്ട് വരുന്നില്ല, ചിലത് ഭയങ്കര നിസ്സാരവൽക്കരിക്കണു എന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഓൾറെഡി ഓക്കെ ചില ആൾക്കാരുടെ നമുക്കറിയാം, അല്ല നമ്മൾ ന്യൂസ് കാണുന്ന അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ന്യൂസുകളിലോ ഒന്നും വന്നിട്ടില്ല. സോ എത്രമാത്രം അതൊക്കെ വിശ്വസിക്കാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. ന്യൂസുകളുടെ അടിസ്ഥാനത്തിലും ന്യൂസുകളിൽ കാണുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ മീഡിയസിൽ റിപ്പോർട്ട് ചെയ്യണം. എല്ലാ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള ഇമ്പോർട്ടൻസുകളും ഓരോരുത്തരുടെ ഇമ്പോർട്ടൻസൊക്കെ നടന്നിട്ടാണ് കാര്യങ്ങൾ പുറത്തു വരണതെന്ന് ഞാൻ ഇപ്പോൾ കുറച്ച് കാലമായിട്ടാണ് ഞാൻ മനസ്സിലാക്കണത്. മുമ്പൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇങ്ങനെ കാണുന്നതാണ് ശരി, അങ്ങനെ കാണുന്നതാണ് ശരി, ഇതിലൊക്കെ വന്നാൽ ഒക്കെ ശരിയായിരിക്കും എന്നൊരു വിചാരം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു പക്ഷപാതവും അല്ലെങ്കിൽ പാർഷ്യാലിറ്റി ഇല്ലാണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് കാട്ടിത്തരണ ഒരു സാധനമാണ് മാധ്യമമെന്ന് ഒരു വിചാരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് അങ്ങനെ ഒരു കാര്യം തോന്നിയിട്ടില്ല. എനിക്ക് എല്ലാവരുടെയും കാര്യം പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ചില ആൾക്കാരുടെ കാര്യങ്ങൾ വരുമ്പോൾ, അതും ചില ഫീൽഡുകളിൽ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനൊരു സ്പെഷ്യൽ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ അവർ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് നിസ്സാരവൽക്കരണവും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആക്ഷൻ, അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ പേരിലും കേസുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങളും ന്യൂസുകളിൽ കേട്ടിട്ടുള്ള കാര്യമാണ്. എനിക്കതിനെ നോട്ടീസ് വന്നിട്ടില്ല, അതെന്താണ്. അതുപോലെ തന്നെ ഞാൻ അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോകളിൽ. അതിന് ഒരു റിപ്ലൈയോ അതിനൊരു ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അതിൽ കുറേ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്, അതിൽ കുറേ കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ എനിക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് തന്നെ അതിനൊരു റെസ്പോൺസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ റെസ്പോൺസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ ന്യൂസിൽ വന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ സംഭവമൊന്നും ന്യൂസിൽ എടുക്കാൻ കൊള്ളാത്ത കാര്യമായതുകൊണ്ടായിരിക്കും അവരതൊന്നും ന്യൂസിൽ എടുക്കാണ്ടിരുന്നത്. ചിലപ്പോൾ ഇന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാർ ആയ കാരണമായിരിക്കും. ചിലപ്പോൾ അതുപോലെ തന്നെ
കമ്മീഷൻ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് അൺസ്റ്റേബിൾ ആണ്, മെൻ്റലി അൺസ്റ്റേബിൾ ആയിട്ട് ഒരാളാണെന്നും അതുപോലെ തന്നെ എല്ലാവരുടെയും മുന്നിൽ ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ഒരാൾ ഒരു കുഴപ്പമില്ലാണ്ട് ജീവിക്കുമ്പോൾ അറിയില്ല, ചിലപ്പോൾ ന്യൂസുകാർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും.